അടിച്ചു കയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. തന്നെ പോകാൻ അനുവദിക്കണം. പോകല്ലേടാ പോന്. പോകല്ലേടാ. പോകല്ലേടാ, പോകല്ലേ. ഗൗതം പോന്ന്. പോലെടാ. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കുഴികളിൽ ചെന്ന് വീഴുന്നത് ഞാന്. പക്ഷെ ഇപ്പൊ പാവം ഇരിക്കുന്ന ഇരുത്തം നോക്കിയേ. ഗൗതവും നിധി വീട്ടിൽ നിന്ന് പുറത്തായ അതിന്റെ പഴി എന്റെ തലയിൽ ഇരിക്കേണ്ടതായിരുന്നു. ബുദ്ധിപൂർവം കളിച്ചതുകൊണ്ട് അത് വസന്തരാന്റിയുടെ തലയിൽ വെച്ചു കൊടുക്കാൻ പറ്റി. എന്തായാലും തള്ളമാര് രണ്ടുപേരും രണ്ടു വഴിക്കായി. ഇനി മര്യാദയ്ക്കൊന്ന് അഭിനയിച്ച് രണ്ടെണ്ണത്തിനെ എന്റെ വശത്തേക്ക് തിരിക്കണം. ആദ്യം ഇവിടുന്ന് തന്നെ തുടങ്ങാം. ആന്റി ആന്റി ഗൗതമിനെ സ്വന്തം മോനെ പോലെയാ കണ്ടത്. എന്നിട്ടും ആന്റിയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ആ ഗൗതവും നിധി പറഞ്ഞു കളഞ്ഞല്ലോ. ഈ മനസ്സിൽ ഗൗതമനോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് നന്നായിട്ട് അറിയുന്നവളാ ഞാൻ. എന്നിട്ടും അതെന്താ ആന്റി ഗൗതമന് മനസ്സിലാവാത്തെ? നന്ദിയിലെത്തവന് ഗൗതം. മിണ്ടിപ്പോരുത് നീ. നീ ഒറ്റ ഒരുത്തിയാ എല്ലാത്തിനും കാരണം. നീയാ എല്ലാത്തിനും തുടക്കമിട്ടത്. എന്റെ കൺമുന്നിൽ കണ്ടുപോരുത് നിന്നെ. ഈ ആന്റി സത്യമായിട്ട് എന്റെ ഉള്ളിൽ ഒന്നും വച്ചിട്ട് പറയുന്നതല്ല ഞാൻ. പിന്നെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കരുത്. ഇല്ല, നിധിയുടെ പ്ലാനിങ്. ആന്റി CKC അങ്കിളിനെ കാണാൻ പോകുന്ന വിവരം നിധി എങ്ങനെയോ അറിഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പാ. മനപ്പൂർവ്വ കരുതി കൂട്ടി അവള് ഗൗതമനെ വിളിച്ചുകൊണ്ട് വന്ന് ആന്റിയെ കാണിച്ചു കൊടുത്തത്. പ്രതികാരം ചെയ്തതാ അവള്. ആന്റി അവളെ പുറത്താക്കാൻ നോക്കിയപ്പോ ഗൗതമനെ കൂടി അവള് പുറത്തേക്ക് കൊണ്ടുപോയി. എല്ലാം ആന്റിയോടുള്ള പക തീർക്കുന്നതാ. ആന്റിക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ലെന്ന് ആ നിധിക്ക് നന്നായിട്ട് അറിയാം. പാവം ഗൗതമന് ഇതൊന്നും അറിയില്ലല്ലോ. നിധി പറയുന്നതല്ലേ ഗൗതം വിശ്വസിക്കൂ. ആന്റി എന്തോ പ്ലാനിങ് ഒപ്പിക്കാനാണ് അവിടെ ചെന്നതെന്ന് നിധി പറഞ്ഞു പഠിപ്പിച്ചു കാണൂന്നേ.
അപ്പോ ഗൗതമിനെ കൊല്ലാൻ നോക്കിയ ആ ഗുണ്ട അവിടെ വന്നതോ? അതെങ്ങനെ വന്നു? അവനിപ്പോ CKCയുടെ ആളാണോ? എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ? മറുപടി പറയേ ശിവാനി. ആന്റി, CKC ഞങ്ങൾ ഒരു ബിസിനസ്സുകാരനാ. അങ്ങനെ പല ബന്ധങ്ങളും അവർക്കുണ്ടായിരിക്കും. അല്ല, ഞാൻ തിരിച്ചങ്ങോട്ടൊന്നും ചോദിച്ചോട്ടെ. മുനിസിപ്പൽ പാർക്കിൽ വെച്ചല്ലേ ഗൗതമിനെ നിധിക്ക് തിരിച്ചു കിട്ടിയത്? അവിടെ വെച്ചല്ലേ ആ ഗുണ്ട കൊല്ലാൻ നോക്കിയത്? അപ്പോ ആ ഗുണ്ടെ നിധി തന്നെ ഏർപ്പാടാക്കി ഒരു ഡ്രാമ കളിച്ചതാണോന്ന് ആർക്കറിയാം? ഞാൻ വെറുതെ ഊഹിക്കുന്നൊന്നും അല്ല ആന്റി ഇതൊന്നും. എനിക്കറിയാവുന്നത് പോലെ നിധി ആന്റിക്ക് അറിയാൻ പാടില്ലല്ലോ. അവളെ പണ്ടേ അരച്ചു കലക്കി കുടിച്ചതാ ഞാൻ. അവളുടെ കൃഷ്ണമണി ഉണ്ടല്ലോ, അതൊന്ന് ചലിച്ചാലറിയാം എന്താ ചെയ്യാൻ പോകുന്നെന്ന്. എന്തായാലും അവൾ ഇവിടുന്ന് പുറത്താവൂന്ന് ഉറപ്പായി. എങ്കിൽ പിന്നെ ഗൗതമിനെ കൂടി തെരുവിലേക്ക് ആക്കിയേക്കാന്ന് കരുതി. അവളുടെ ഉദ്ദേശം അവള് സാധിച്ചെടുത്തു. അനാഥനായ ഗൗതം ഇപ്പൊ ശരിക്കും അനാഥനായല്ലോ. ദേ, ഈ വാക്കിവിടെ ഇനി മിണ്ടി പോരുതെന്ന് പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. എന്റെ മോനെ അങ്ങനെ അങ്ങ് തെരുവിലേക്ക് വിട്ട് കളയില്ല ഞാൻ. എന്ത് ചെയ്തിട്ടായാലും അവനെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ആന്റി ഇനി തലകുത്തി മറിഞ്ഞാലും രണ്ടെണ്ണത്തിന്റെ നിഴല് പോലും ഈ വീടിനകത്ത് വീഴാൻ ഞാൻ അനുവദിക്കില്ല. അതുറപ്പാ. ഗൗതം, നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? ആ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ പറ്റില്ലായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഇറങ്ങി. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ആ സമയത്തും ഈ സമയത്തും എനിക്കൊരു ഐഡിയ ഇല്ല. ഗൗതം, നല്ല ദാഹം. കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ കടയിൽ ചെന്നിട്ട് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങാം. നിധി, ഇവിടുത്തെ എന്ന് പറയുന്നല്ല ഊരി വയ്ക്ക്. സാരല്ല, വാ നമുക്ക് നടക്കാം. വെള്ളത്തിന് എന്ത് ചെയ്യും നിധി? നടന്നു നോക്കാം. കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എവിടെയെങ്കിലും കാണും. ഇപ്പൊ ആവശ്യമില്ലാത്തതൊന്നും ആലോചിക്കണ്ട, വാ നടക്ക്. എന്റെ ഗോപിട്ട് ഇതുവരെ ഇറങ്ങിയില്ലേ? എന്തെടുക്ക അവിടെ? നിങ്ങൾക്ക് മീറ്റിംഗിന് പോകാൻ ഇപ്പോഴേ സമയം കിട്ടിയുള്ളോ? എനിക്കൊന്നും അറിയണ്ട. എത്രയും വേഗം നിങ്ങൾ ഇവിടെ എത്തണം. ഫോൺ പ്രണവിന്റെ കൊടുത്തേ. എങ്കിൽ അവരോടൊന്ന് വേഗം ഓടിക്കാൻ പറ. എനിക്ക് ഭ്രാന്ത് എടുക്കുക. ഒന്ന് വായിങ്ങോട്ട്. ശരി എന്നാ. അയ്യോ, ഗൗതം, അമ്പലത്തിൽ കയറിയിട്ട് പോവാം. വാ.